അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അഡ്വഞ്ചർ ബൈക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. ഹോണ്ട മോട്ടോർ സൈക്കിൾസിൻ്റെ എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്കായ CB200Xൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരു എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ്. അതുകൂടാതെ നമ്മുടെ സേഫ്റ്റിക്കായിട്ടും കംഫർട്ടിനായിട്ടും ഫ്രണ്ട് UST സസ്പെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. 186cc പവർഫുൾ എഞ്ചിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ടോക്കും ഏകദേശം 130 km/h ടോപ്പ് സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന ഫുൾ ഡിജിറ്റൽ മീറ്റർ കൺസോൾ നമുക്ക് വരുന്നുണ്ട്. വളരെ ഹൈറ്റിലുള്ളൊരു സീറ്റിങ്ങും സ്പ്ലിറ്റ് സീറ്റ്, എയറോഡൈനാമിക് ഗ്രാബ് റെയിൽ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് പുതിയ മോഡൽ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പർ ആയിക്കോളൂ. അതുകൂടാതെ നമുക്ക് ഈ വീഡിയോ എടുക്കേണ്ട ഹെൽപ്പ് ചെയ്ത് ആര്യഭംഗി ഹോണ്ട ഷോറൂമാണത്. നമ്മളിപ്പോൾ പറവൂരിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ എടപ്പള്ളിക്കൊക്കെ പോകുമ്പോൾ വരാപ്പുഴ ഭാഗത്തുള്ള വരാപ്പുഴ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 years ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. അതുകൂടാതെ ഏകദേശം 12ഓളം ബാങ്കിൻ്റെ ഫിനാൻസ് സപ്പോർട്ട്, എക്സ്ചേഞ്ച് സപ്പോർട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഹോണ്ടയുടെ 2 wheelers, അത് സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, താല്പര്യമുള്ളവർ എന്തായാലും ഞാൻ മേളിൽ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. നല്ലൊരു സർവീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ CB200X എന്ന് പറയുമ്പോൾ ഹോണ്ടയുടെ തന്നെ എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ എടുത്ത് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നക്കിൾ ഗാർഡ്സ് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ക്ലാസിക് ആയിട്ട് വരുന്ന ഹോണ്ടയുടെ മിററിനാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നക്കിൾ ഗാർഡ്സ് നല്ല ഹെവി ക്വാളിറ്റിയിലാണ്. അതുകൂടാതെ നക്കിൾ ഗാർഡ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിൻഷീൽഡാണ്. വളരെ ലാർജ് ആയിട്ടുള്ളൊരു വിൻഷീൽഡാണ്. നല്ല പൊക്കമുള്ള വിൻഷീൽഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് കളറുള്ള വിൻഷീൽഡ് വിൻ ബ്ലാസ്റ്റ് നമ്മുടെ നെഞ്ചിലടിച്ച് കൊള്ളാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹാലജൻ ബൾബെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഫുള്ള് ഓൾ ഓവർ LED ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്, DRLs എല്ലാം തന്നെ LED ബൾബുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ DRLs വരുന്നത്. ഞാൻ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഹെഡ്ലൈറ്റ് ഓണാക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്ന് കണ്ടോ. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ബൾബ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബൾബുകൾക്ക് ലൈഫ് കൂടുതലായിരിക്കും. നമുക്ക് 2 ബൾബ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പ്രകാശവും കൂടുതൽ ലഭിക്കുന്നതാണ്. നല്ലൊരു എന്താ പറയുക, വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇതിന്. ഓൺ റോഡായാലും ഓഫ് റോഡായാലും എയർ കട്ട് ചെയ്ത് പോകാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് ലുക്ക് വരുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഈ വാഹനത്തിന് ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. പെട്രോൾ ടാങ്കും അതിന് ചേർന്ന് വരുന്ന ഫെയറിങ് അല്ലെങ്കിൽ ഒരു ക്ലാഡിങ്സ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഭാഗമാണ് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് ലഭിക്കുന്നത്. പിന്നെ അതുകൂടെ ഒരു ഫൈബറിൻ്റെ എഞ്ചിൻ കവിള് അല്ലെങ്കിൽ എഞ്ചിൻ ഗാർഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടിയിട്ട് നമുക്ക് ഇൻബിൽറ്റ് കമ്പനി തരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ സ്റ്റിക്കർ വർക്ക് വരുന്നത്. ലൈറ്റ് ബ്ലൂ കളറിൽ വൈറ്റും, അതുകൂടാതെ 200Xൻ്റെ 200 വൈറ്റിൽ വരുന്നുണ്ട്. ലൈറ്റ് സിൽവർ കളറിലുള്ളൊരു ഫെയറിങ് വരുന്നുണ്ട്. അതിൻ്റെ മേളിലായിട്ട് 3D ഹോണ്ടയുടെ ബാഡ്ജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറുള്ള ഫെയറിങ്സ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത്. ഏകദേശം 12 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. നമുക്കൊരു 540 കിലോമീറ്റർ ഫുൾ ടാങ്ക് അടിച്ചാൽ കവർ ചെയ്യാൻ പറ്റും. റിസർവ് വരുന്നത് 2.4 ലിറ്ററാണ്. പിന്നെ കീ വരുന്നത് ടാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് കീയുടെ ബട്ടൺ വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഹോണ്ട ഷൈനിലേക്ക് വരുന്ന പോലത്തെ സെയിം ടു സെയിം കീ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടല്ലേ, ഗോൾഡ് കവറിങ് വരുന്ന UST സസ്പെൻഷനാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസും കൂടുതലാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡ് ചാടിയാൽ പോലും സസ്പെൻഷന് വലുതായിട്ട് അടിപ്പൊന്നും വരില്ല. നമുക്ക് കംഫർട്ടബിളായിട്ടും സേഫായിട്ടും വണ്ടി ഹാൻഡിൽ ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. 270 mm പെറ്റൽ ഡിസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഡ്യുവൽ പിസ്റ്റൺ വരുന്ന കാലിപ്പറും നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ഓൾറെഡി ഇൻബിൽറ്റ് കമ്പനി തരുന്നുണ്ട്. ലൈറ്റ് സ്പോക്ക് വരുന്ന അലോയ് വീൽസ് വരുന്നുണ്ട്. ഗ്രേ കളറുള്ള അലോയ് വീൽസാണ്. പിന്നെ ബോഡി കളറായിട്ടുള്ളൊരു മഡ് ഗാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വണ്ടിയുടെ കളർ ഏതാണോ സെയിം ടു സെയിം കളറായിരിക്കും മഡ് ഗാർഡ് വരുന്നത്. മഡ് ഗാർഡിൻ്റെ ബാക്ക് വശം എപ്പോഴും മാറ്റ് ബ്ലാക്ക് കളറായിരിക്കും. ABSൻ്റെ ബാഡ്ജിങ് ലെഫ്റ്റ് സൈഡിൽ എന്തായാലും ഉണ്ടാവും. നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പ് സെപ്പറേറ്റ് വരുന്നത്. ഇതാണ് ടയറിൻ്റെ പാറ്റേൺ വരുന്നത്. ടയറിൻ്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 110/70/17 ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിന് വരുന്നത്. ഈ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ സാപ്പർ ടയർ അല്ല, പുതിയൊരു പാറ്റേൺ ആണ്. നമുക്ക് ഓൺ റോഡ് ഓഫ് റോഡ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. എന്തായാലും ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 167 mm ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 147 കിലോ മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഇത്രയും വലിയ വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1355 mm മാത്രമാണ്. അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ കിക്ക് സ്റ്റാർട്ട് വരുന്നില്ല. നമുക്ക് സെൽഫ് സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി നമുക്ക് എടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ചസ് കൂടി ഒന്ന് പരിചയപ്പെടാം. സ്വിച്ചസ് എല്ലാം തന്നെ നമ്മുടെ ഹോണറ്റിൽ വരുന്ന പോലത്തെ സെയിം ടു സെയിം സ്വിച്ചസ് ആണ് ഇതിൽ വരുന്നത്. ഹോണറ്റ് 200 മോഡലിൽ വരുന്ന സ്വിച്ചസ് ആണ് വരുന്നത്. ലൈറ്റ് ക്ലച്ചാണ്, വളരെ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ ഇവിടെയാണ് പാസ് ബട്ടൺ വരുന്നത്.
റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഹസാർഡിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. മാറ്റ് സിൽവർ പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഹാൻഡിലാണ്. നമുക്കൊരു ഹാൻഡിൽ നല്ല നീളമുള്ള ഹാൻഡിലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല നടു നിവർത്തി വിശാലമായിട്ടിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. ഒട്ടും നടുവേദനയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. വാഹനത്തിൻ്റെ മീറ്റർ ഫുൾ ഡിജിറ്റലാണ് വരുന്നത്. നെഗറ്റീവ് ഡിസ്പ്ലേ മീറ്ററാണ് നമ്മുടെ വാഹനത്തിന് വരുന്നത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. കൂടുതൽ ടെക്നോളജിക്കലി എന്താ പറയുക, ബ്ലൂടൂത്ത് പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മേളിലായിട്ട്. പിന്നെ താഴെയായിട്ട് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ്, ABSൻ്റെ വാൽ ഫംഗ്ഷൻ, ന്യൂട്രൽ ലൈറ്റ് അങ്ങനെ കാണിക്കും. പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, ബാറ്ററിയുടെ വോൾട്ടേജ്, ഡിസ്റ്റൻസ് ടു empty, അതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു എക്സ്പൾസ് 200 വരുന്ന പോലെ ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും നമ്മുടെ വണ്ടിയിൽ അങ്ങനെ വരുന്നില്ല. ഓൾറെഡി E20 ഫ്യൂൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള വാഹനമാണ് പുതിയ മോഡൽ CB 200X. അപ്പോൾ അതുകൊണ്ട് 20% എത്തനോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള പുതിയ ജനറേഷൻ ഫ്യൂല് നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള റിയർ ഗ്രാബ് ഹാൻഡിൽസും വരുന്നുണ്ട്. സീറ്റിന് ഹൈറ്റ് ഏകദേശം 810 mm വരുന്നത്. 5 അടി 2 ഇഞ്ചും അതിന് മുകളിലേക്കും പൊക്കമുള്ള ആളുകൾക്ക് ഇരിക്കാനായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ വരുന്നത്. വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത് 184 cc വരുന്നുള്ളൂ. 200 ആണെങ്കിൽ 154 cc വണ്ടിക്ക് വരുന്നുള്ളൂ. 17 bhp ആണ് പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 15.9 Nm ആണ്. ടോപ്പ് സ്പീഡ് 130 km ആണ്. നമുക്ക് മൈലേജ് ഒരു 40-45 റേഞ്ചാണ് വാഹനത്തിന് വരുന്നത്. പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു പ്രോപ്പർ 2024 മേക്കായിട്ടുള്ള വാഹനമാണ്. ഈ ബാർകോഡിന് ഏറ്റവും മുകളിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 16/1/2024 വണ്ടി മേക്ക് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഹെഡ് യൂണിറ്റ് എല്ലാം മെഷീൻ ഫിനിഷാണ്. മെഷീനിലാണ് ഇതിൻ്റെ മെയ്ഡ് ചെയ്തിരുന്നത്. ഹാൻഡ് മെയ്ഡ് കാര്യങ്ങളൊന്നും അല്ല. അതാണ് ഒരു ഗ്ലോസിനെസ് നിങ്ങൾക്ക് ആ ഹെഡിൻ്റെ സ്റ്റെപ്പിൽ ഫീൽ ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ ക്ലച്ച് വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. അതുകൂടാതെ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് സപ്പോർട്ട് നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഓൾറെഡി വരുന്നത്. ഓപ്പൺ ചെയിൻ കവർ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചറൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ അലൂമിനിയം ഫുഡ് റെസ്റ്റാണ്. ഓപ്പൺ ചെയിൻ കവർ വരുന്നുണ്ട്. സാരി ഗാർഡ് വരുന്നുണ്ട്. സാരി ഗാർഡിന് എന്താ പറയുക, ലെഗ് സപ്പോർട്ട് ഇല്ല. വാഹനത്തിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവർ വരുന്നത് വളരെ സ്പോർട്ടി ആയിട്ടാണ്. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് നമുക്ക് വാഹനത്തിൽ ലഭിക്കുന്നത്. ബാക്ക് സൈഡ് സസ്പെൻഷൻ 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മോണോഷോക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് റിയർ സൈഡ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. അതുകൂടാതെ നല്ല സ്റ്റെബിലിറ്റി കിട്ടാനും വളരെ കംഫർട്ടബിളായിട്ട് 2 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷൻ കൂടുതലും ഓഫ് റോഡ് വണ്ടികളിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഓൾ LED ലൈറ്റ്സ് ആയതുകൊണ്ട് റിയർ സൈഡും ലൈറ്റും, അതായത് ടെയിൽ ലൈറ്റും നമുക്ക് LED തന്നെ ലഭിക്കുന്നുണ്ട്. ഹോണറ്റിൻ്റെ സെയിം ടു സെയിം LED ലൈറ്റാണ് നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും LED ഇൻഡിക്കേറ്റേഴ്സാണ് ലഭിക്കുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ടയർ നല്ല വലിപ്പമുള്ള ടയറുടെ ഫീൽ ചെയ്യും. അതിൻ്റെ പ്രൊഫൈൽ 140/70/17 MRFൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ടയറിൻ്റെ ലുക്ക് നല്ല അന്യായ ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി ആയിട്ട് റിയർ സൈഡ് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. സിംഗിൾ പിസ്റ്റനാണ് യൂസ് ചെയ്യുന്നത്. 220 mm പെറ്റൽ ഡിസ്ക്കാണ് നമ്മുടെ സേഫ്റ്റി കാർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ നോ ABS ഇല്ല. സിംഗിൾ ചാനൽ ABS മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇതാണ് ടയറിൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ സൈലൻസർ കുറച്ചുകൂടി പൊക്കി വെച്ചിരിക്കുന്നത് നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം കൂടെ പറയാനുണ്ട് കേട്ടോ. സൈലൻസറിന് ഒരു സിൽവർ കളറിലുള്ള ഒരു ഷീൽഡ് അഡീഷണൽ ആയിട്ട് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ ചെറിയൊരു ടയർ ഹഗ്ഗറും സിംഗാമിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ട് ഇല്ല, സെൽഫ് സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ. ബ്രേക്ക് ലിവർ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഫുൾ മെറ്റലായിട്ടുള്ള ബ്രേക്ക് ലിവർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ നോയ്സ് എങ്ങനെയാണെന്ന് കേൾക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ഹോണറ്റ് 200ൻ്റെ സെയിം ടു സെയിം സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കേട്ട് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വാഹനത്തിൻ്റെ കമൻസും കാര്യങ്ങളും കൂടി എന്നെ ഒന്ന് അറിയിക്കണം. കാരണം ഞാൻ ഒരുപാട് ഈ വണ്ടി റോഡിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹോണ്ടയിൽ ചെന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ സജസ്റ്റ് ചെയ്തൊരു വണ്ടി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുക്കുന്നുള്ളൂ. ഞാൻ അധികം ഈ വണ്ടി കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്തായാലും ഒന്ന് അറിയിക്കണം. സൈലൻസർ സൈഡിൽ നിന്ന് തീരെ ശബ്ദമില്ലെന്ന് തന്നെ പറയാം. എഞ്ചിൻ സൈഡിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് വരുന്നത്. പിസ്റ്റലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട്. സൈലൻസർ സൈഡിൽ വളരെ കുറച്ച് ശബ്ദമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. CB 200Xൻ്റെ ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം 1,83,500 1,83,500 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 30,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ നമുക്ക് വാഹനം ഈസി ആയിട്ട് ഫിനാൻസ് സപ്പോർട്ടോടുകൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ
അരിഭംഗി ഹോണ്ട വരാപ്പുഴ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുകൂടാതെ വീഡിയോൻ്റെ എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എടുക്കുക. ഫിനാൻസിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.